അതെ, നിങ്ങൾക്കൊരു സത്യം അറിയോ? നമുക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുമ്പോഴേ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരായിരിക്കും എന്നറിയോ? നമ്മളോട് അത്രയ്ക്ക് അസൂയുള്ള ആൾക്കാരായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒരാളായിരിക്കും. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു 8-10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാന്നുള്ളത് നമ്മുടെ മാനസിക സമാധാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങളോട് അസൂയുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങൾ അനുകരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ അതേപോലെ നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ ഐഡിയാസ് എല്ലാം അവർ ജീവിതത്തിൽ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കും. അതായത് അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളെക്കാട്ടിലും ഒരുപടി മുന്നിലാണ് അവർ എന്നുള്ളതെന്ന് കാണിക്കാനാണ് അവരുടെ ഉദ്ദേശം. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ വാങ്ങിയാൽ അടുത്ത ആഴ്ച ഇവരെന്ത് ചെയ്യും? അതേ പാറ്റേണിലുള്ള അതേ ഡിസൈനിലുള്ള ചുരിദാറൊക്കെ ഇട്ട് വരും. അവരാണ് ആദ്യം ഇറക്കി എന്നുള്ള രൂപത്തിലാണ് അവർ കൊണ്ടുവരിക. അത് ഈ രണ്ടാമത്തെ ലക്ഷണം എന്താ വെച്ചാലേ, നിങ്ങൾ അമിതമായിട്ട് പുകഴ്ത്തുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് അതാ കിട്ടിയല്ലോ, അത് നിനക്ക് അത് ഉണ്ടായല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളടുത്ത് വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്കത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എന്തായാലും അടിപൊളി എന്നൊക്കെ പറയും. പക്ഷെ കുറച്ചങ്ങോട്ട് നീങ്ങി കുറച്ച് അപ്പുറത്തുള്ളവരോട് പോയിങ്ങാണ്ട് പറയും, അത് പ്രൊമോഷൻ കിട്ടിയത് വലിയ അത്ഭുതമൊന്നുമില്ല, കുറേ ആൾക്കാരുടെ റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. അതാണ് ഈ അമിതമായിട്ട് പുകഴ്ത്തുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരുടെ മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ നേട്ടങ്ങളൊക്കെ അവർ ചെറുതായിട്ട് കാണിക്കും. അതായത് ഇതിപ്പോൾ ആർക്കും പറ്റുന്നതാണ്, അതാർക്കും കിട്ടുന്നതാണ്, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടുക, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ പറയുകയെന്നറിയാം, അപ്പുറത്ത് പോയി നമ്മൾ നേരിട്ട് പറയില്ല, അപ്പുറത്തുള്ളവരോട് ചെന്നിട്ട് പറയും, ഇപ്രാവശ്യം എക്സാം വളരെ ഈസി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷ എഴുതണമായിരുന്നു, അപ്പോൾ കാണേനെ ഇവരൊക്കെ പുകില്, ഇതിപ്പോൾ അത്ര ഈസി ആയതുകൊണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഇത് കിട്ടിയത്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനിങ്ങനെ ഓരോ ലക്ഷണങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂലേ? നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമുക്ക് കാണാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ നാലാമത്തെ ഒരു ലക്ഷണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുന്ന സമയത്ത് ഒരിങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് വീഴട്ടെ വീഴട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അവർ. അപ്പം അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അവർ. പുറമെ അവർ സങ്കടപ്പെടുകയൊക്കെ ചെയ്യും, നമ്മുടെ അടുത്ത് വന്നങ്ങനെ സങ്കടമൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. അയ്യോ അതിപ്പോൾ അങ്ങനെ ആയല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുക, ഓരോ വിധിയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, അങ്ങനെ വേണം, അത് ഞാൻ അന്നേ വിചാരിച്ചതായിരുന്നു, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള രൂപത്തിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാവും അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. നമ്മൾ നല്ലൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തെങ്ങാണ്ട് ഭയങ്കര ഡ്രീം ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു ബിസിനസ്സായിരിക്കും. പക്ഷേ ഒരു അശ്ലഭ നിമിഷത്തിൽ അത് പൊട്ടിപ്പോയാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആശ്വസിപ്പിക്കും, സാരല്ലടോ പോട്ടെ, എന്നിട്ട് പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അതിന് നിൽക്കണ്ടാന്ന്, ഇതിനൊക്കെ കുറേ പൈസ ചിലവുള്ളതാണ്, പിന്നെ കുറേ റിസ്ക്കുമാണ്, അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ. കാരണം അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് വാചകമായിട്ട് പുറത്ത് വരുന്നതാണ്. ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പറയുന്നവരെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഭയങ്കരമായിട്ടുള്ള അസൂയുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഇനി അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് തെറ്റായിട്ടുള്ള കുറേ ഉപദേശങ്ങൾ തരും. അവർക്കും നിങ്ങൾക്കൊക്കെ അറിയാം അത് ശരിയാണെന്നുള്ളത്, പക്ഷേ നമ്മൾ തെറ്റായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും, നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊരു സ്ഥലം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആൾക്ക് നമ്മുടെ അടുത്ത് നല്ല അസൂയുണ്ട്, നമ്മളത് എടുക്കരുത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പറയും, ആ സ്ഥലം കൊള്ളൂല, അതിൽ വെള്ളം കിട്ടൂല, ഫുള്ള് പാറയാണ്, അവിടെ ഒരു ബർക്കത്തില്ലാത്ത സ്ഥലമാണ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നമ്മളെ തെറ്റായിട്ട് നമ്മൾ ലീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇനി ആറാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഇവരെ നമ്മളെ പരിഹസിക്കും, ആളുകളുടെ ഇടയിലിട്ടുങ്ങാണ്ട് നമ്മളെ പരിഹസിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇരിക്കുമ്പം നമ്മളെന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചത് അവർ നമ്മളെ അടുത്ത റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം ഇവർ ഇങ്ങനെയുള്ള ഒക്കേഷനിൽ എടുത്തിടും. എന്നിട്ട് പറയും, ഇവൻ അങ്ങനെ അബദ്ധം കാണിച്ചു, ഇവൻ ഇങ്ങനെ ചെയ്തു, ആഹാ എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് പരിഹസിക്കും. എന്നിട്ട് പറയും, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഞാൻ ഒന്നും കാര്യമാക്കി എടുക്കല്ലേ, തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയും. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണ്? ആൾക്കാരുടെ ഇടയിലിട്ട് അവരൊന്ന് നാറ്റിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഏഴാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? ഭയങ്കര മത്സരബുദ്ധി ആയിരിക്കും. നമ്മളെന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ 2 ചെയ്താൽ ഒരു 4 ചെയ്യും. അങ്ങനെ ഒരു മത്സരബുദ്ധി ആയിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ലോൺ എടുത്തിട്ടായാലും വേണ്ടില്ല, ഒരു പുതിയ കാർ തന്നെ വാങ്ങും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാഹ, അതൊന്നും പറയണ്ടല്ലോ.
പക്ഷെ എന്തിരുന്നാലും അവിടെ ഭയങ്കരമായിട്ട് മത്സര ബുദ്ധി, എനിക്ക് അവനെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക. ഇനി 8ാമത്തെ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും അവർ നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിങ്ങളെ വിളിക്കാൻ മനഃപൂർവ്വം വിട്ടു പോവുക. അവർക്ക് അറിയാം വിളിക്കണം എന്നുള്ളത്, പക്ഷെ അവർ മറന്നു എന്നുള്ള രൂപത്തിൽ. അതേപോലെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കെ നോക്കുമ്പം ഈ ആളെ വിളിക്കാതിരിക്കുക, എന്നിട്ട് പറയാം അയ്യോ ഞങ്ങൾ മറന്നുപോയി, വിട്ടുപോയി, എന്നെ വിളിക്കാൻ ഞങ്ങൾ വിട്ടുപോയതാണ്, സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തുക. പക്ഷെ മനഃപൂർവ്വം വിട്ടു പോകുന്നതാണ്. അതായത് ഇവരിങ്ങനെ അവോയ്ഡ് ചെയ്യുക, മനഃപൂർവ്വം അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇത്തരക്കാരുടെ 8ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്നറിയോ? നമ്മളെ പിന്നിൽ നിന്ന് കുറ്റം പറയുക. നമ്മൾ അടുത്ത ഫ്രണ്ടാണ്, അത്രയും അടുത്ത ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്ത് പോയി നമ്മളെക്കുറിച്ച് കുറ്റം പറയുക. അവൾ അങ്ങനത്തെ ഉള്ളതാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഉള്ളതാണ്, കൊള്ളൂല, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെ നമ്മളെക്കുറിച്ച് ഇല്ലാത്തതില്ലതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുക. അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ഈ നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയുള്ളവർ. നമ്മളില്ലാത്ത നേരത്ത് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പരത്തുക, നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവം. അതായത് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇമേജ് തകർക്കുക, അത്ര തന്നെ. ഇനി അസൂയക്കാരുടെ 10ാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്താണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്ന കൂട്ടരാകും ഇവർ. നമുക്കൊരു വിജയം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറും. ചെറിയൊരു കൃത്യമായിട്ടുള്ള ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ വിഷയം മാറ്റാനോ അല്ലെങ്കിൽ അവിടുന്ന് പോകാനോ ഒക്കെയാണ് അവർ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കാൻ വിചാരിക്കുക. ഈ സമയത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരിങ്ങനെ മുഖം മാറിയിട്ട് പറയും അതെ വീടെടുക്കാനൊക്കെ തീരുമാനിച്ചു അല്ലേ, പക്ഷേ ഈ ഒരു സമയത്ത് ഈ പൈസ ഇല്ലാത്തടത്തൊക്കെ എന്തോ ഒരു ബാധ്യതയാവും അത്, ഈ എങ്ങനെ EMI ആണോ, എങ്ങനെയാണ് ലോണ്, ഫുള്ള് ലോണാവൂല്ലേ, അങ്ങനെയൊക്കെ അവരെ മനസ്സിനെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിച്ച്. അപ്പോൾ അതാണ് 10ാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസൂയക്കാരെ 10 ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി ഇത്തരക്കാരോട് നമ്മൾ ഒരിക്കലും വാദിക്കാൻ നിൽക്കരുത്. അവരുടെ അടുത്ത് തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കാതെ ഒരു അകലം പാലിക്കുക, ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. എന്നിട്ട് നമ്മുടെ വിജയത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമുക്ക് കൂടുതൽ ഉയർച്ചയെത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇത്തരക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ 10 ലക്ഷണങ്ങൾ കൂടാതെ വേറെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട 10 എടുത്തോന്ന് മാത്രം. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.